കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പാക്കുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ ഭാഗമായുള്ള നീർത്തട യാത്രയുടെ ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിപുലമായ പരിപാടികളാണ് നീർത്തട യാത്രയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. മണ്ണിന്റെയും ജൈവ വൈവിധ്യങ്ങളുടെയും പരിപാലനവും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി നടപ്പാക്കുന്നത്. 2022 മുതൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പരമ്പരാഗത ജലസ്രോതസ്സുകളുടെയും കൃഷിഭൂമിയുടെയും ജൈവസമ്പത്തിന്റെയും സംരക്ഷണം പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ജലം സമൃദ്ധി കൊണ്ടുവരുന്നുവെന്ന സന്ദേശത്തോടെ ആരംഭിച്ച നീർത്തട യാത്രയുടെ ഉദ്ഘാടനമാണ് അടിമാലിയിൽ നടന്നത്. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇവിടുത്തെ അടിമാലിയുള്ള ഗ്രാമങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെട്ടിട്ടുള്ള വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതി കൊണ്ട് പ്രയോജനപ്പെടുകയും അവർക്ക് വ്യക്തിപരമായ ആനുകൂല്യം ലഭിക്കാൻ തക്കതിലുള്ള പ്രോജക്റ്റ് തന്നെയാണ് നമുക്ക് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ പുറമേട്ട് നമുക്കിവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നതിൽ തന്നെ ഏറെ സന്തോഷമാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഈ പദ്ധതിയോടുകൂടി തന്നെ നമ്മുടെ ഈ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന പദ്ധതികൾ തന്നെയാണ് ഇതിലൂടെ നമ്മളിവിടെ നടപ്പിലാക്കാൻ കഴിയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ അടിമാലി പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, നീർത്തട കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ സബ്സിഡി വിതരണ ഉദ്ഘാടനവും അവാർഡ് വിതരണവും പദ്ധതി അനുഭവം പങ്കിടലും നടന്നു. 2 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളാണ് നീർത്തട യാത്രയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.